ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷൻ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീജ അവിടേക്ക് വരികയാണ്. അപ്പോൾ വിഷയത്തിന് കാണുമ്പോൾ ആഹാ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അതെ, വേദ പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലമല്ലേ, തീരെ കുറയ്ക്കണ്ടെന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് നന്നായി എന്തായാലും എന്ന് പറഞ്ഞ് അതിന് ശേഷം ശ്രീജ സാരിയുടെ തുമ്പി നിന്ന് ഇങ്ങനെ കെട്ടഴിക്കുകയാണ്. ഇതെന്തത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടൊരു 150 രൂപ എടുത്തിട്ട് വിഷയത്തിൻ്റെ കൈ കൊടുക്കുകയാണ്. പലപ്പോഴായിട്ട് കിട്ടിയ പൊട്ടും പൊടിയൊക്കെ ഒരുമിച്ച് കൂട്ടി വെച്ചതാണ്. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങല്ലേ, വെറും കൈയോടെ പോണ്ട, ഈ 150 രൂപ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനുശേഷം ശ്രീജ പറയുകയാണ്, അത് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സഹിക്കുകയൊക്കെ വേണോട്ടോ എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ ഏറ്റവും വെയിലത്ത് നിൽക്കേണ്ടി വന്നാലോ, നല്ല നിലാവാണെന്ന് ഞാനങ്ങ് കരുതും എന്നൊക്കെ പറയാൻ കുറേ ഉപദേശങ്ങളൊക്കെ ശ്രീജ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാഗ് കൊടുത്തിട്ട് പറയാണ്, ഇനി പോയിക്കോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണേ, ഇതുവരെ ഉണ്ടായതുപോലെയല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല. പിന്നെ പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം കേട്ടോ പോകാൻ. ശരിക്കും അച്ഛൻ്റെ എല്ലാ അനുഗ്രഹം വാങ്ങേണ്ടത്, നിൻ്റെയാണ് അനുഗ്രഹം വാങ്ങേണ്ടത്. കാരണം നീ എന്നെ ഇത്രയും നാൾ സഹിച്ചില്ലേ എന്ന് പറയും കേട്ടോ. എന്തായാലും വിശേഷം എന്തെങ്കിലും ഒന്ന് നന്നാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നൊക്കെ ശ്രീജ പറയും. പിന്നീട് കാണിക്കുന്നത് അമ്മ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് പാവയ്ക്കം കൊണ്ടുവരികയാണ്. വേദമോളെ ഇതൊന്ന് കൊണ്ടുവച്ചെന്ന് പറയുമ്പോഴേക്കും നന്ദിനി ഓടി വന്നത് വാങ്ങി വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ കൊണ്ടുവച്ചോളാം എന്ന് പറയും. അപ്പോൾ കമലാമ്മ പറയാണ്, ആകെ 3 എണ്ണേ കിട്ടിയുള്ളൂ, ആകെ പുഴുവാണ്, എല്ലാത്തിലും അതെ വെണ്ടയിലും വഴുതനയിലും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, അതിനെങ്ങനെയാണ് കുറച്ച് പുകയില കഷായം തെളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾ വേണ്ടേ, അതിനും എൻ്റെ കൈ തന്നെ എത്തട്ടെ എന്ന് പറയും കേട്ടോ. ഈ സമയത്ത് നന്ദിനി അകത്തേക്ക് പോകുമ്പോൾ വിഷു ഇങ്ങനെ ഒരുങ്ങി വരുന്ന കാണുമ്പോൾ നന്ദിനി പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ഓടിയിട്ട് അമ്മേ അച്ഛ ഇതാ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും വിഷനെ നോക്കുകയാണ്. വിഷനാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങി ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛനിങ്ങനെ പറയുകയാണ്, ഇവന് പുറത്ത് പോകാനായിട്ട് ടിപ്പ് ടോപ്പിലെ ഡ്രസ്സൊക്കെ ഇട്ട് പോകാമല്ലോ, എന്നിട്ട് ഇൻ്റർവ്യൂന്ന് ഒരു പേരും പറയാം, കൈമണി എന്ന് പറഞ്ഞാൽ കുറച്ച് കാശും മേടിച്ചാൽ അത്യാവശ്യം ചിലവിനുള്ള കാര്യങ്ങളും നടക്കുമല്ലോ എന്നൊക്കെ പറയാണ്. അന്നേരം ശ്രീജ ഓടി വന്നിട്ട് പറയാണ്, അച്ഛാ നിശ്ചേട്ടൻ ഇൻ്റർവ്യൂവിനല്ല പോകുന്നത്, ജോലിക്കാണ് പോകുന്നതെന്ന് പറയും. അപ്പോൾ വിഷയം പറയും, അതെ അച്ഛാ, വേദയുടെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റീൽ ഫാക്ടറി ഉണ്ട് ഇവിടെ നെയ്യാറ്റിൻകരയിൽ, അവിടേക്കാണ് പോകുന്നത്, സൂപ്പർവൈസറായിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് അച്ഛനെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ, അതൊക്കെ പിന്നെ ആവാം, നീ ഇതുപോലെ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ജോലിക്ക് പോകുന്നത്, അതുകൊണ്ട് തൽക്കാലം എൻ്റെ അനുഗ്രഹം ഇപ്പം വേണ്ട, നീ ആ ജോലിക്ക് പോയി സ്ഥിരമാക്കാൻ നോക്ക്, അതിന് ശേഷമാവാം അനുഗ്രഹം. മാഷെ എന്താ മാഷി പറയുന്നത്, അവൻ നല്ലൊരു കാര്യത്തിന് പോകല്ലേ, അതിന് ഞാൻ ശപിച്ചില്ലല്ലോ കമ്മലേ, ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോകും. അപ്പോൾ അമ്മ വന്നിട്ട് പറയും, നീ വിഷമിക്കേണ്ട വിഷയം, നീ ധൈര്യമായിട്ട് പോയിട്ടോ, ആ സന്തോഷത്തോടു കൂടി പോയിട്ടോ, അച്ഛന് നല്ല സന്തോഷമുണ്ട്, അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്കത് മനസ്സിലാവുമെന്ന് പറയട്ടോ. അതിനുശേഷം അമ്മയാണെന്നുണ്ടെങ്കിൽ വേദയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വേദനയോട് പറയാം, മോളെ നീ സത്യമുള്ള പെൺകുട്ടിയാണ്, നിനക്ക് നന്മ മാത്രമേ വരുള്ളൂ. ഈ സമയത്ത് വിക്രം മുറി തുറന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ വിഷം പറയുന്നത്, എടാ ഞാനൊരു ജോലിക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ, കേട്ടു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോൾ ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, അത് കഴിയട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അവിടെ തന്നെ നിന്നത് എന്ന് പറയുകയാണ്. എന്തായാലും സാരമില്ല, വിശ്വേട്ടൻ ധൈര്യമായിട്ട് പോയിട്ടോ എന്ന് വിക്രം പറയും. അങ്ങനെ വിഷം ബാഗൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ്. ശ്രീജ ആണെന്നുണ്ടെങ്കിൽ വേദന എടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ എന്താ ശ്രീജ എടുത്തി അപ്പോൾ കരയാൻ തുടങ്ങും. അപ്പോഴേക്കും നന്ദിനിക്ക് കുശുമ്പായിട്ട് നന്ദിനി വിനായകനെ നോക്കുന്നുണ്ട് കേട്ടോ. ശ്രീജയാണെന്നുണ്ടെങ്കിൽ വേദന കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീജ അമ്മനെ വിളിച്ച് സന്തോഷം പറയാണ്. അപ്പോൾ മോനെ അവൻ പോയോ എന്ന് ചോദിക്കും. പോയി അമ്മേ എന്ന് പറയും. ഇതെങ്കിലും അവനൊന്ന് പിടിച്ചു നിന്നാൽ മതിയായിരുന്നു, ഇത് പഴയ പോലെ ഒന്നുമല്ല, സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്, വേദകാരനാണ് അമ്മേ ഇതൊക്കെ നടന്നത് എന്ന് പറയും. പിന്നീട് പറയുന്നുണ്ട്, നല്ല കുട്ടിയാണല്ലേ അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ അമ്മേ അവൾ നല്ല കുട്ടിയാണ് എന്ന് പറയും. പിന്നീട് മോളെ ചോദിക്കും കേട്ടോ, അവൾ ശ്രീകുട്ടൻ്റെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോയുള്ളൂ എന്നൊക്കെ പറയും. പിന്നീട് വേദ അവിടേക്ക് വരികയാണ്. അമ്മനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. അതെ അമ്മയ്ക്ക് സന്തോഷമായി എന്നൊക്കെ പറയും. എന്നിട്ട് ശ്രീജേടത്തിനോട് വേദ പറയാണ്, ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോയി സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജേടത്തിൻ്റെ പ്ലാൻ എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല, അവരെ ശ്രീകുട്ടൻ നോക്കിക്കോളും, പിന്നെ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അവളെ നന്നായിട്ട് നോക്കണം, പിന്നെ ഇവിടുത്തെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ, അച്ഛനും അമ്മനെയും നല്ലോണം നോക്കണം, അവരുടെ കാലം കഴിയുന്നത് വരെ അവർക്കൊരു കൂട്ടായിട്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെയാണല്ലോ ആഗ്രഹം, വെറുതെ അല്ല അമ്മയ്ക്ക് മൂത്ത മരുമകളെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് എന്നൊക്കെ വേദ ശ്രീജനോട് പറയും.
പിന്നീടാണെന്നുണ്ടെങ്കിൽ നന്ദിനി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. വിശ്വൻ ജോലിക്ക് പോയതിനെക്കുറിച്ച് ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് വിനായകൻ ഒരു കവറും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പൊതി എടുത്ത് കൊടുക്കുക. എന്തത് എന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോൾ ഹായ് ബട്ടർ ബണ്ണോ എന്ന് പറയുകയാണ്. എന്നിട്ട് വേഗം തന്നെ ആക്രാന്തത്തോട് കൂടിയിട്ട് കടിച്ചത് കഴിക്കുകയാണ്. അന്നേരം വിനായകൻ പറയുന്നുണ്ട് അതെ കഴിക്കുന്നതൊക്കെ കൊള്ളാം, ഇവിടെ താഴെ ഒന്നും ഇടരുത് പുട്ടും തരിയും. അതെന്താ താഴെ ഇട്ടാൽ അതെ ഇവിടെ അടിച്ചു കൂരാൻ വരുന്നവർ അതൊക്കെ കാണും. പിന്നെ അല്ലാതെ തന്നെ ഭാര്യയും ഭർത്താവും രഹസ്യമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളൊരു പരാതി ഇവിടെ ഉണ്ട്, അത് കൂട്ടണ്ടെന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി പറയും ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അല്ല വിനയേട്ടാ നിങ്ങളുടെ ചേട്ടൻ വിശ്വന് വല്ല ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുക. എന്താടി അല്ല അങ്ങനെയൊന്നും ഒരുങ്ങി കെട്ടി ജോലിക്കൊക്കെ പോയിട്ടുണ്ടല്ലോ പാവം പോട്ടെ, അത് ആ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിന് അച്ഛൻ്റെ നിന്ന് നല്ല വഴക്ക് കെട്ടില്ലേ അത് വിഷമായിട്ടുണ്ട്. പിന്നെ വിശ്വേട്ടനല്ലേ അത് വിഷമാവുന്നു, അതൊന്നുമല്ല ഇത് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വിശ്വേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടില്ലേ? കിട്ടട്ടെ, അപ്പോൾ നല്ലൊരു തുക കൂടെ കൊടുക്കൂലേ? കൊടുത്തോട്ടെ, അതിനെന്താ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കണ്ടേ? അത് ശരിയാണല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു വിഷ്ണുമായൊരു അമ്പലമുണ്ട്, അവിടേക്ക് ഒരു 101 രൂപ നേർന്നു വയ്ക്കാം ഈ ജോലി പോകാൻ വേണ്ടിയിട്ടെന്ന് പറയട്ടോ. ശരിയാണ് 101 രൂപ നേർന്നു വയ്ക്കാം. അത് കഴിഞ്ഞ ശേഷം ഒരു ഇലയുടെയും കൂടിയിട്ട് വിനായകൻ ശ്രീജയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടുപേർ കഴിക്കുകയാണ്. പിന്നീട് വേദയ്ക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശ്രീജ. പിന്നീട് അമ്മ അമ്പലത്തിൽ പോകണ കാണുമ്പോൾ വേദ ഒന്ന് ചോദിക്കുക എന്താ അമ്മ ഈ ഉച്ച നേരത്ത് അമ്പലത്തിൽ പോകുന്നു, ഇന്നലെയും പോയിട്ടുണ്ടല്ലോ, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. അപ്പോൾ ശ്രീജ പറയും അമ്മ വിവാഹ വാർഷികത്തിന് മുമ്പായിട്ട് 7 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോകും എന്ന് പറയാണ്. അമ്മയുടെ വിവാഹ വാർഷികമാണോ എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്യാണ് കേട്ടോ വേദ. അപ്പോഴേക്കും വിനായകനും നന്ദിനി വരും. എന്നിട്ട് വിനായകനും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അമ്മേ. അപ്പോൾ നന്ദിനിയും പറയുന്നുണ്ട് കേട്ടോ മെനി ഹാപ്പി റിട്ടേൺസ് അമ്മയെന്ന് പറയട്ടോ. അതിന് വിവാഹവാർഷികം ഇന്നല്ല മക്കളെ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണെന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും ഞങ്ങളുടെ വീട്ടിലൊക്കെ വിവാഹവാർഷികം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ ഭയങ്കര അടിച്ച് പൊളിച്ചിട്ട് ആഘോഷിക്കും എന്ന് പറയുകയാണേ. ഇവിടെ അങ്ങനെ ഒന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയും ഞങ്ങൾക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനൊന്നും കഴിവില്ല, നിങ്ങൾക്ക് കാശ് ബാങ്കിൽ കുറേ ഇട്ട് വെച്ചിരിക്കല്ലേ, എടുക്കുക പൊട്ടിക്കുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഏതാ പറയും അങ്ങനെ കാശ് ഉണ്ടായിട്ട് മാത്രമല്ല ആഘോഷങ്ങൾ നടത്താം, കാശില്ലാതെ ആഘോഷങ്ങൾ നടത്താം എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി പറയും ഞങ്ങൾക്ക് അതൊന്നും നടത്താനുള്ള പാങ്ങില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ. അതൊക്കെ ശ്രീജടത്തിക്കല്ല നന്ദിനിയടുത്തേക്ക് വെറുതെ തോന്നുകയാണ്. അതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ എടുക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെയല്ലേ സന്തോഷം എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ മനസ്സിലാക്കി ദൈവമേ ഒരു സാരി എടുക്കണത് തന്നെ 1000 രൂപ വേണം, ഇതിൽ കാര്യങ്ങളൊക്കെ വഷളാക്കാണല്ലോ, എന്താ നന്ദിനി എടുത്ത് ആലോചിക്കുന്നത് എന്ന് പറയട്ടോ. അല്ല ഈ ഒരു ആഗ്രഹം പറഞ്ഞു ചെന്നാലേ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും പ്രതികരണം എന്ന് ആലോചിച്ചതാന്ന് പറയട്ടോ. മോളെ അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കമലമ്മ പോകും. അപ്പോൾ വേദന എടുത്ത് വന്നിട്ട് നന്ദിനി എടുത്ത് വന്നിട്ട് പറയുകയാണെ അച്ഛനും അമ്മയ്ക്ക് സമ്മാനം വാങ്ങിക്കേണ്ട കാര്യമല്ലേ നന്ദിനി എടുത്ത് ആലോചിച്ചെന്ന് പറയും. അങ്ങനെയൊന്നുമല്ല എന്ന് പറയട്ടോ. ഇവള് മൈൻഡ് റീഡിങ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, സൂക്ഷിക്കണം ഇവളെ എന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിലാലോചിച്ച് പോകുകയാണെ. പിന്നീട് വിക്രം ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് അവിടേക്ക് വേദ വരികയാണ് കേട്ടോ. എന്നിട്ട് വേദന കാണുമ്പോൾ പറയും ഈ മുറിയിലേക്ക് നിന്നോട് വരരുതെന്ന് 100 തവണ പറഞ്ഞിട്ടുണ്ട്, അത് നീ അനുസരിക്കില്ല, പോട്ടെ നീ വരുമ്പോൾ ആ വാതിലൊന്നും മുട്ടിയിട്ടെങ്കിലും വരണ്ടേ, എവിടെ അതിനുള്ള മര്യാദ നിനക്ക് വേണ്ടേ എന്ന് പറയുകയാണേ. അന്നേരം വേദ പറയണം ഓഹോ നിങ്ങൾ വലിയ മര്യാദ രാമനാണല്ലോ, വിവരവും വിദ്യാഭ്യാസവും മര്യാദയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ആളല്ലേ നിങ്ങൾ എന്ന് പറയുകയാണെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ പറയും കാര്യങ്ങളോ നിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് നേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയുടെ ചാവി എടുക്കാൻ പോകുമ്പോഴേക്കും ആ ചാവി വേദ എടുക്കാണ് കേട്ടോ. എടി ചാവിതാ ഇല്ല ഇവിടെ ഒന്ന് വന്നിരിക്കും, ഞാനൊരു കാര്യം പറയട്ടെ, ഇരിക്കടോ എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം വന്ന് അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് വിക്രത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് വേദ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. പെട്ടെന്ന് വേദന കണ്ണിൽ നോക്കുമ്പോൾ വിക്രത്തിന് എന്തോ ഒരു മനസ്സിലൊരു വേദയോടൊരു പ്രണയമൊക്കെ തോന്നുകയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ കണ്ണിൽ നോക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പോഴേക്കും വേദ കയ്യിൽ പിടിക്കും. എന്നിട്ട് പറയുകയാണ് വേദയ്ക്ക് കാര്യം മനസ്സിലായിട്ട്. അപ്പോൾ വേദ പറയും ഒരാണും ഒരു പെണ്ണും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചല്ല പറഞ്ഞത്, അച്ഛൻ അമ്മ സഹോദരങ്ങൾ അങ്ങനെയുള്ളവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയും അതാണോ എങ്കിലേ ഞാൻ പറയാം, നിൻ്റെ അച്ഛനില്ലേ എന്ന് പറയട്ടെ. അച്ഛൻ എന്ന് പറയട്ടെ. അല്ല നിൻ്റെ അച്ഛൻ അങ്ങേരില്ലേ, അതുപോലെ നിൻ്റെ വീട്ടുകാർ മുത്തശ്ശി അമ്മ, അതുപോലെ നിൻ്റെ ഒരേ ഒരു ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ദർശൻ, അവരെല്ലാവരും നിന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലേ, പല തവണ കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാണ് നിനക്ക് നീയൊരു മനോരോഗി ആയതുകൊണ്ടാണ് നിന്നെ അവർ തിരിച്ചു വിളിക്കുന്നത്. നിൻ്റെ മനോരോഗം മാറ്റാൻ അവർ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നീ പോകുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് നിന്നോടുള്ളത് സ്നേഹം എന്ന് പറയാൻ കേട്ടോ. ഓ ശരി, അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ ഉദാഹരണം ഓക്കെ, നിങ്ങളുടെ വീട്ടുകാരുടെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയണം എൻ്റെ വീട്ടുകാരുടെ എന്താ, ഞാനാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയും. ഓ നിങ്ങളാണോ ഈ വീട്ടിലെ സ്നേഹത്തിൻ്റെ നിറകുടം
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, അതെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, എൻ്റെ കുടുംബക്കാർ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്ന അതൊക്കെ കാത്തു എൻ്റെ അമ്മ ഇരിക്കുന്നില്ലേ, അതാണ് സ്നേഹം എന്ന് പറയും കേട്ടോ. അന്നേരം വേദ പറയണേ, അങ്ങിലേ ഞാനൊരു കഥ പറയാം. ഓ കഥ നാശൂലം, ഓ വേതാളം എന്നുള്ളത് നിർത്തിയാന്ന് ചോദിക്കും. അതല്ല നീ പറയ് എന്ന് പറയട്ടോ. ശരി ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്